എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിക്റ്റേഷൻ ടെസ്റ്റ്. നമുക്കറിയാം കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് സ്റ്റെനോഗ്രാഫർ ഇതിന് ഡിക്റ്റേഷൻ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് എപ്പം മുതൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങണം, എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇതിൻ്റെ റിസൾട്ട് എപ്പോൾ വരും തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമുക്കിപ്പോൾ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 വേരിയസ് ഡിസ്ട്രിക്ട് വൈസ് ഉണ്ട്, അല്ലാതെ സ്റ്റെനോഗ്രാഫർ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് തുടങ്ങിയ എല്ലാ എക്സാമുകളും ഉണ്ട്. അപ്പോൾ ഇതിന് ഓരോന്നിനും ഡിക്റ്റേഷൻ ടെസ്റ്റ് സെപ്പറേറ്റ് ആണ്. ചിലതിന് ഹയർ ഉണ്ട്, ചിലതിന് ലോവർ ആണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഇവിടെ ഐ ബട്ടണിൽ അതുപോലെ തന്നെ എൻ സ്ക്രീനിലൊക്കെ കാണാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, തീർച്ചയായിട്ടും അത് കാണുക. ഏതൊക്കെ എക്സാമിനാണ് അതുപോലെ തന്നെ ഡിക്റ്റേഷൻ ടെസ്റ്റ് ഏതായിരിക്കും എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ താഴെയായിട്ടും അല്ലാതെ പേഴ്സണലായിട്ടും കുറേ പേര് ചോദിക്കുന്നതാണ് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് പഠിക്കാൻ തുടങ്ങേണ്ടത്, അതുപോലെ തന്നെ എപ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് വരിക എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് OMRൻ്റെത് കട്ട് ഓഫ് എന്ന് പറയുന്ന സംഭവം ചില ഡിസ്ട്രിക്റ്റിലില്ല. അതായത് എക്സാം എഴുതി എല്ലാവരും തന്നെ ഇതിലേക്ക് ഡിക്റ്റേഷൻ എഴുതാൻ വേണ്ടിയിട്ട് ക്വാളിഫൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കട്ട് ഓഫ് ഒന്നും പറയാൻ പറ്റില്ല. ഏകദേശം ഒരു 35 മാർക്കൊക്കെ ഉള്ള ആൾക്കാർ ഇപ്പം തന്നെ പ്രാക്ടീസ് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഒരു ഇതിൻ്റെ, അതായത് ഈ ഡിക്റ്റേഷൻ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള കട്ട് ഓഫ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. എല്ലാ ഡിസ്ട്രിക്റ്റിൻ്റെയും ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഡിക്റ്റേഷൻ കം ട്രാൻസ്ക്രിപ്ഷൻ ടെസ്റ്റിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് തിരുവനന്തപുരം 80.25 മാർക്ക്, കൊല്ലം 63.75, പത്തനംതിട്ട 34, ആലപ്പുഴ 79.25, കോട്ടയം 63.75, ഇടുക്കി 42.75, എറണാകുളം തൃശ്ശൂർ 75, പാലക്കാട് 47.5, മലപ്പുറം 59, കോഴിക്കോട് 79, വയനാട് 58, കണ്ണൂർ 73.25, കാസർഗോഡ് 37.50. ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് 34 മാർക്കാണ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നമുക്ക് ഈ ഡിക്റ്റേഷൻ ടെസ്റ്റിൻ്റെതും അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൻ്റെയും മാർക്ക് മാത്രമാണ് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ റാങ്ക് നിർണ്ണയിക്കുന്നത്. ഓക്കെ, അതും കൂടി ഒന്ന് ജസ്റ്റ് നോക്കാം എങ്ങനെയൊക്കെയാണ് മാർക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ എല്ലാ ഡിസ്ട്രിക്റ്റിൻ്റെതും ചിലതിൽ കൊടുത്തിട്ടില്ല, അതായത് ഈ എത്ര മാർക്കാണ് ഓരോരുത്തർക്കും കിട്ടിയെന്നുള്ളത് സെപ്പറേറ്റ് കൊടുത്തിട്ടില്ല. നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിളിന് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൻ്റെത് നോക്കാം. ഈ OMR എന്ന് പറയുന്നത് ജസ്റ്റ് ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് മാത്രമാണ്. അതായത് അതിൻ്റെ മാർക്ക് ഇവിടെ റാങ്ക് ലിസ്റ്റിൽ എടുക്കുന്നില്ല. കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റിൻ്റെയും സ്റ്റെനോഗ്രാഫറിൻ്റെയും ഒന്നും എടുക്കാറില്ല. ഇവിടെ ഇൻ്റർവ്യൂവിൻ്റെയും ഡിക്റ്റേഷൻ്റെയും മാർക്കാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം, അതായത് കഴിഞ്ഞ ഈ 2018 വിളിച്ച ഈ പോസ്റ്റിന് ചിലപ്പോൾ ലിസ്റ്റിൽ, അതായത് ഈ ഡിക്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യാതെ ചിലപ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റിലായി പോയിട്ടുള്ളവരോ അല്ലെങ്കിൽ ലിസ്റ്റിൽ ജസ്റ്റ് കട്ട് ഓഫിന് കുറച്ച് മാർക്കിന് പോയവരോ ഒക്കെയുള്ള ആൾക്കാർക്ക് അറിയാം അതിൻ്റെ സങ്കടം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഇത് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൻ്റെ ലിസ്റ്റാണ്. ഇതിൽ ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് 14 മാർക്കാണ് ഏറ്റവും ടോപ്പ് മാർക്കായിട്ട് വന്നിട്ടുള്ളത്. ഏറ്റവും കുറവായിട്ടുള്ള മാർക്ക് 10 മാർക്കാണ് ഇൻ്റർവ്യൂവിൽ ഏറ്റവും കുറവായിട്ട് വന്നിട്ടുള്ള മാർക്ക്. പിന്നെ അതുപോലെ ഡിക്റ്റേഷൻ ടെസ്റ്റിൽ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൽ ഡിക്റ്റേഷനിൽ വന്നിട്ടുള്ള ഏറ്റവും കുറഞ്ഞ മാർക്ക് 80 മാർക്കാണ്. 80 പോയിൻറ്റ് സംതിങ് ആണ് ഏറ്റവും കുറഞ്ഞ മാർക്ക്. ഓക്കെ, 80.25 മാർക്കാണ് ഇവിടെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് ഒന്ന് നോക്കുക. 98.5 മാർക്കും ഇൻ്റർവ്യൂവിന് 13 മാർക്ക്. ടോട്ടൽ 120ലാണ്. 120ൽ 111.50 ആണ് ഇതിൽ മാർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം പഠിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മുതൽ, അതായത് ഇന്ന് മുതൽ പറ്റുമെങ്കിൽ ഇന്ന് മുതൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താണ് ആദ്യം പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പലർക്കും ഈ ഒരു അതായത് ഈ ഷോർട്ട് ഹാൻഡും അതുപോലെ തന്നെ ഡിക്റ്റേഷനൊക്കെ കഴിഞ്ഞിട്ട്, അതായത് പഠിച്ചിട്ട് കുറച്ചധികം വർഷമായിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം
ആദ്യം നിങ്ങൾ വേർഡ്സ് എഴുതി പഠിക്കുക, അതുപോലെ തന്നെ സ്ട്രോക്കുകൾ നന്നായിട്ട് പഠിക്കുക, പിന്നെ വേർഡ്സ് എഴുതി പഠിക്കുക, സെൻറ്റൻസുകൾ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പിറ്റ്മാൻ ഷോർട്ട് ഹാൻഡിൻ്റെ ടെക്സ്റ്റ് ബുക്കായിരിക്കും നിങ്ങൾ പലരും പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിലുള്ള എക്സസൈസുകൾ ആ ബുക്കിലുള്ള എക്സസൈസുകൾ ആദ്യം എഴുതി പഠിക്കുക, നന്നായിട്ട് എഴുതി പഠിക്കുക. അത് കുറച്ചൊന്ന് ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സ്പീഡിലുള്ള ഡിക്റ്റേഷൻസ് അവൈലബിൾ ആണ്. അതിൽ നോക്കിയിട്ട് നല്ലത് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് ഒരിക്കലും 80 വേർഡ്സ് പെർ മിനിറ്റോ അല്ലെങ്കിൽ 120 വേർഡ്സ് പെർ മിനിറ്റോ ഒന്നും എഴുതാൻ പറ്റില്ല. അതാദ്യം മനസ്സിലാക്കുക. നമ്മൾ ആ ബേസ് ആക്കി എടുത്തതിന് ശേഷം ഒരു കുറഞ്ഞ സ്പീഡിൻ്റെ 50 വേർഡ്സ് പെർ മിനിറ്റോ അല്ലെങ്കിൽ 40 വേർഡ്സ് പെർ മിനിറ്റൊക്കെ എന്ത് ചെയ്യുക, ആദ്യം ഒന്ന് എഴുതി പഠിക്കാം. എഴുതി പഠിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, സ്പീഡ് ഒരു 5 വേർഡ്സ് അല്ലെങ്കിൽ 10 വേർഡ്സ് കൂട്ടി എടുക്കുക. ഒരു ദിവസം മാക്സിമം ഒരു 2 മണിക്കൂറെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ റിസൾട്ട് എപ്പോൾ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു മിനിമം ഒരു 3 മാസം ആവാതെ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വരില്ല. അപ്പോൾ ഈ ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് ഡിക്റ്റേഷൻ ടെസ്റ്റ് വരുന്നത്. ഡിക്റ്റേഷൻ ടെസ്റ്റിൻ്റെ കട്ട് ഓഫ് വന്നതിന് ശേഷമാണ് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അതായത് നമ്മൾ ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ്, അതായത് ഇപ്പോൾ എഴുതിയിട്ടുള്ള എക്സാമിൻ്റെ ഷോർട്ട് ലിസ്റ്റ് എന്തായാലും ഒരു 3 മാസം താമസം എടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കാം, ചിലപ്പോൾ അതിലും ലേറ്റ് ആവും. ഓക്കെ, എങ്ങനെ പോയാലും ഒരു 3 മാസം എന്നുള്ള രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഈ വീഡിയോ കാണുന്നവരിൽ പലരും ചിലപ്പോൾ ഡിക്റ്റേഷൻ ടെസ്റ്റ് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഓൾറെഡി അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഇതിൽ കുറച്ച് വർഷം മുന്നേ പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഡിക്റ്റേഷൻ നമ്മൾ ടെസ്റ്റിന് പോയി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല, എന്നാലും ഏകദേശം എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ആ ഒരു സ്പീഡ് നമ്മൾ വിചാരിച്ചതുപോലെ 80 വേർഡ്സ് പെർ മിനിറ്റ് ആണ്, ലോവറാണ് ഡിക്റ്റേഷൻ എങ്കിലും നമ്മൾ വിചാരിക്കുമോ 80 വേർഡ്സ് പെർ മിനിറ്റ് അല്ലേ, നമ്മൾ 120 പാസ്സായിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഹയർ പാസ്സായിട്ടുള്ള ആൾക്കാരാണ് എന്ന് വിചാരിച്ചിട്ട് പഠിക്കാതെ എന്ത് ചെയ്യും, പോയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് വേണ്ട രീതിയിൽ എഴുതാൻ പറ്റില്ല. അപ്പോൾ അതൊരു വലിയൊരു വിഷമമായി തീരും. പിന്നെ അതുപോലെ ഇത് ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടും മെയിൻ ലിസ്റ്റിലേക്ക് വരാതിരിക്കാനുള്ള കാരണം ഇതാണ്. നിങ്ങളത് എഴുതി പഠിക്കാതിരിക്കുമ്പോൾ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഡിക്റ്റേഷൻ എടുക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ ഈ ഡിക്റ്റേഷൻ എഴുതി പഠിക്കുന്നത് കൊണ്ട് ഒരു ഗുണം കൂടിയുണ്ട്. നമുക്ക് ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നത് ഷോർട്ട് ഹാൻഡ് ചോദിക്കാം, ടൈപ്പ് റൈറ്റിംഗ് ചോദിക്കാം, പിന്നെ അതുപോലെ നമ്മുടെ ആ ഒരു പോസ്റ്റിനെ കുറിച്ച് ചോദിക്കാം. ഓക്കെ, ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് അതായത് അതിൽ ഇൻ്റർവ്യൂ ചെയ്യുന്നതിൽ 3-4 ആൾക്കാരുണ്ടാവും. അതിൽ ഒരാൾ ഈ ഒരു പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പിന്നെ ഓഫീസർമാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരാണ് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇൻ്റർവ്യൂ അങ്ങനെയാണ് വരുന്നത്. അതായത് പിന്നെ ഇപ്പോഴത്തെ അതായത് കറണ്ടായിട്ട് നടക്കുന്ന സംഭവങ്ങൾ, പിന്നെ അതുപോലെ ഷോർട്ട് ഹാൻഡ്, ടൈപ്പ് റൈറ്റിങ്, നമ്മളെ പോസ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇതൊക്കെ ചോദിക്കാം. പിന്നെ ഇതിലെല്ലാ കാര്യങ്ങളും ചോദിക്കണമെന്നൊന്നുമില്ല, ഓരോരുത്തരുടെ ഇതിനനുസരിച്ചിട്ട് ഓരോ ആൾക്കാരുടെ അനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ മാറാം. ഓക്കെ, അതെന്തായാലും ഇൻ്റർവ്യൂവിന് ഒരു മിനിമം മാർക്ക് ഉണ്ട്. പക്ഷെ നിങ്ങൾ ക്രാക്ക് ചെയ്യേണ്ടത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിക്റ്റേഷൻ ടെസ്റ്റാണ് ക്രാക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ പ്രാക്ടീസ് തുടങ്ങിയേ പറ്റൂ. പ്രാക്ടീസ് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് അവിടേക്ക് എത്താൻ പറ്റുള്ളൂ. പിന്നെ ലോവർ മാത്രം എക്സാം ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 80 വേർഡ്സ് പെർ മിനിറ്റ് ആണെങ്കിൽ ഒരു 90 അല്ലെങ്കിൽ 95 വേർഡ്സ് പെർഫെക്റ്റ് ആയിട്ട് എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് മാർക്ക് വീഴുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ഒന്നുപോലും വിട്ടുപോകാതെ കറക്റ്റായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് മാർക്ക് വീഴുന്നത്. ഓക്കെ, ഇതിൻ്റെ വാല്യുവേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് എനിക്ക് അറിയില്ല, എന്നാലും നമുക്ക് പറയാൻ പറ്റും. അതായത് 80 വേർഡ്സ് പെർ മിനിറ്റ് എക്സാമുള്ള ഒരാൾ 90 അല്ലെങ്കിൽ 95 വേർഡ്സ് പെർ മിനിറ്റ് നന്നായിട്ട് എഴുതാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, എനിക്ക് 35 മാർക്കാണ്, അല്ലെങ്കിൽ 40 മാർക്കാണ്, 50 മാർക്കാണ്, 60 മാർക്കാണ്, ഞാൻ ഡിക്റ്റേഷന് പ്രാക്ടീസ് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് നിങ്ങളത് മനസ്സിലാക്കുക. പേഴ്സണലായിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്, റിപ്ലൈ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങളത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വീഡിയോ കറക്റ്റായിട്ട് ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം മെസ്സേജുകൾ ഒഴിവാക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.